ഇത് പാന്തർ സൂപ്പർ സിപ്പ് എന്ന് പറയുന്ന ക്രെയിനാണ്. ഈ ക്രെയിൻ ഇൻഡോറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ജിമ്മി ജിപ്പും അകേലയും ഒക്കെ ഔട്ട്ഡോറിൽ ഉപയോഗിക്കുമ്പോൾ ഇത് ഇൻഡോർ ക്രെയിനാണ്. സ്പാനിഷ് മസാലയിൽ ആ പാലസിൻ്റെ ഇൻറ്റീരിയറിലുള്ള സീനുകളെല്ലാം ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ക്രെയിനിലാണ്. അത് നമ്മൾ സ്പെയിനിൽ നിന്ന് ഹയർ ചെയ്തതാണ്. ഇപ്പോൾ ഏറ്റവും മോസ്റ്റ് മോഡേൺ പാന്തറാണ് ഇത് ഹൈഡ്രോളിക്കാണ്. ഇതിൻ്റെ മൂവ്മെൻറ്റ് ഈ സ്റ്റെം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വരും. നമ്മൾ നേരത്തെ സ്കോർപ്പിയോണിൽ ആ ടെലിസ്കോപ്പിക് മൂവ്മെൻറ്റ് കണ്ടതുപോലെ ഇതിനകത്തു നിന്ന് പുറത്തേക്ക് വരും. ഇതിൻ്റെ മീതെ ക്യാമറാമാൻ ഇരിക്കാം. ക്യാമറാമാൻ ഇരിക്കാനുള്ള സീറ്റ്. ഇതിൽ ക്യാമറ ഫിക്സ് ചെയ്യും. ഇതൊരു 10 അടിയോളം ഹൈറ്റിലേക്ക് വരും. പിന്നെ ഇതിൽ ഒരു ആം ഫിക്സ് ചെയ്യാൻ വേണമെങ്കിൽ ആ ആം നമുക്ക് സാധാരണ ക്രെയിനിൻ്റെ ആം മൂവ്മെൻറ്റ്സൊക്കെ അതിൽ ഉപയോഗിക്കാം. അതൊരു 8 ഫീറ്റ് അല്ലേ, 10 ഫീറ്റ് 10 ഫീറ്റ് ആം ഇതിൽ ഫിക്സ് ചെയ്യാം. ഒരു റൂമിനകത്ത് സാമാന്യം വലുപ്പമുള്ള ഒരു റൂമിനകത്ത് ഒട്ടും വലുപ്പമില്ലാത്ത റൂമാണെങ്കിലും ഇത് കൊണ്ടുപോയി വയ്ക്കാൻ ഒരു റൂമിൻ്റെ ഒരു മൂല മതി. ഒരു കോർണറിൽ എടുത്തിട്ട് ഈ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് എല്ലാം നമുക്ക് ഇതിൽ കിട്ടും. പാന്തർ ഇൻഡോർ ഷൂട്ടിങ്ങിന് വളരെ ബെസ്റ്റാണ്. ഇതിന് അടിയിൽ വീലുണ്ട്. ഇത്തിരി സ്പേസ് ഉള്ള സ്ഥലമാണെങ്കിൽ ഇത് ഉരുട്ടിക്കൊണ്ട് ഒരു ട്രാക്ക് മൂവ്മെൻറ്റ് പോലെ സ്മൂത്തായിട്ടുള്ള ഫ്ലോറൊക്കെ ആണെങ്കിൽ മൂവ് ചെയ്യുകയും ചെയ്യാം. പാന്തർ ഇത് സൂപ്പർ സിപ്പ് ഈ കാറ്റഗറിയിലുള്ള ഏറ്റവും ലേറ്റസ്റ്റാണ്. ഇതിൻ്റെ ചെറിയ ട്രാക്ക് ഉണ്ടാവും. ആ ട്രാക്കിൻ്റെ പ്രത്യേകത വലിയ ഡോറൊന്നും വേണ്ട, ചെറിയ ഡോറാണ്. അത് തറയിൽ കട്ടിലൊന്നുമില്ലെങ്കിൽ ഇത് ഒരു റൂമിൽ നിന്ന് മറ്റു റൂമിലേക്കൊക്കെ വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാം. അപ്പോൾ സാധാരണ ഈ ഹൊറർ ഫിലിംസിലൊക്കെ ഒരാൾ നടന്നു വരുന്നത് നമ്മൾ സ്റ്റഡി ക്യാമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജർക്കുകളൊന്നും ഇല്ലാതെ ഇതിൽ ഷൂട്ട് ചെയ്യാം. ഇങ്ങനെ വരാം, അടുത്തെത്താം, മീതയ്ക്ക് ഇങ്ങനെ പോവാം, താഴേക്ക് വരാം, പാൻ ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ മൂവ്മെൻറ്റ്സും ഒരുമിച്ച് ചെയ്യാവുന്ന ഒരു ക്രെയിനാണ്. സാധാരണ ഈ ഹൊറർ ഫിലിംസ് അങ്ങനെയുള്ള സിനിമകളിലാണിത് കൂടുതലായിട്ട് ഇൻഡോർ യൂസ് ചെയ്യാം. ചെറിയ ജനലിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇത് മൂവ് ചെയ്യാം. അപ്പോൾ ഒരു ഭയങ്കര ഹൈറ്റുള്ള ഒരു ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ക്യാമറ ജനലിൽ കൂടെ പുറത്തേക്ക് വന്ന് താഴേക്ക് നോക്കി തിരിച്ച് വന്ന് അകത്തേക്ക് കയറി അങ്ങനെ ഒരു ക്യാമറാമാൻ അല്ലെങ്കിൽ ഒരു സംവിധായകൻ ആഗ്രഹിക്കുന്ന എല്ലാ മൂവ്മെൻറ്റ്സും ഇൻഡോറിൽ കൊടുക്കാൻ കഴിയുന്നതാണ് പാന്തർ. അപ്പോൾ നമുക്ക് ഇതിന് ബാറ്ററി ഉണ്ട്. ആ ബാറ്ററിയിലും ഇത് വർക്ക് ചെയ്യും. അതല്ലെങ്കിൽ നമുക്ക് കറണ്ടിൽ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ടിലും ഇത് വർക്ക് ചെയ്യും. കമ്പ്യൂട്ടറിൽ ഇതിൽ പ്രോഗ്രാം ചെയ്യാം. ഇതിപ്പോൾ 5 അടി ഹൈറ്റിലെത്തുമ്പോൾ ഇത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി 5 അടി എത്തുമ്പോൾ നിൽക്കും. അപ്പോൾ വെച്ചാൽ ഹ്യൂമൻലി എറേഴ്സ് ഉണ്ടാവില്ല. ഇപ്പോൾ ഒരാൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ വരുന്ന കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ഒന്നും വരില്ല. ഇത് 5 അടിയിൽ നിന്ന് ഇതിൽ സ്കെയിലുണ്ട്. ഈ സ്കെയിലിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ സ്ഥലത്ത് എത്തുമ്പോൾ അത് നിൽക്കും. തിരിച്ച് വീണ്ടും ആ ഷോട്ട് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം കീപ്പ് ചെയ്താൽ മതി. ആ പ്രോഗ്രാമിൽ കറക്റ്റ് സ്ഥലത്ത് വന്നിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ വരാവുന്ന സാധാരണ ചെറിയ എററുകൾ ഇതിൽ ഉണ്ടാവില്ല. ഇതിലൊരു എൽ ബെൻഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ആ ആം ഇതിലിങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഏറ്റവും ലോയിൽ വയ്ക്കാം. അപ്പം എന്നിട്ട് മൂവ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരാളുടെ കാലുകളെയൊക്കെ ഫോളോ ചെയ്യണമെങ്കിലൊക്കെ ഫേസിലേക്ക് വരാം. അപ്പോൾ നായകൻ നടന്നു വരുമ്പോൾ അയാളുടെ ഷൂവിനെ പിടിച്ച് വന്ന് പൊങ്ങി അയാളുടെ ഫേസിലേക്ക് വരും.